റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്ററാണ് അരുൺ കുമാർ. അദ്ദേഹം ഒരു മോശപ്പെട്ട ആളാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ വിചാരിക്കുന്നത് വളരെ ബുദ്ധിയുള്ള ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോടൊക്കെ നമുക്ക് വിയോജിപ്പ് തോന്നാറുണ്ട്. കാരണം മറ്റേ പഴയുടെ നമ്പൂതിരിയെക്കുറിച്ചുള്ള ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ കാര്യത്തിലൊക്കെ ഞാൻ വളരെ അധികം അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്. ഇതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി കണ്ടു. ആ പരിപാടിയിൽ നമ്മുടെ MV നികേഷ് കുമാർ ഇട്ടിട്ട് പോയിട്ടുള്ള ന്യായീകരണ തൊഴിലാളികളുടെ തലവൻ എന്ന പട്ടം CPM-ന് വേണ്ടി അദ്ദേഹം എടുത്ത് അണിഞ്ഞിട്ടുണ്ട്. അണിഞ്ഞിട്ടുള്ള അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ കോവിഡ് കാലത്ത് നടന്നിട്ടുള്ള കൊള്ള PPE കിറ്റിലൊക്കെ വലിയ അഴിമതി നടന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് വലിയ വാർത്തയായിരിക്കുകയാണ്. നമ്മളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ PPE കിറ്റിൽ നടന്നിട്ടുള്ള കൊള്ളയൊക്കെ നടന്ന്, അതായത് 500 രൂപക്ക് കിട്ടാമായിരുന്ന ഒരു PPE കിറ്റ് പകരം 1550 രൂപക്ക് മേടിച്ചു, 15,000 എണ്ണം. അതൊക്കെ മേടിച്ചു എന്നുള്ളത് അരുൺകുമാർ അടക്കം സംബന്ധിച്ചു. പക്ഷേ അരുൺകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ന്യായീകരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പിണറായി വിജയൻ എന്തെങ്കിലും കൊടുക്കേണ്ടതാണ്. ആ ന്യായീകരണം അദ്ദേഹം പറയുന്നത് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നിരവധി ഡോക്ടേഴ്സ് കോവിഡ് കാലത്ത് മരണപ്പെട്ടു. ആ മരണപ്പെട്ടതെല്ലാം തന്നെ PPE കിറ്റ് പോലെയുള്ള പല സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ 12 പേർ, ജമ്മു കാശ്മീരിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് 100-ലധികം പേർ മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ മരണപ്പെട്ടപ്പോഴും ആ ലിസ്റ്റിൽ ഒരിക്കലും പേരില്ലാത്തൊരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അങ്ങനെ പിടിച്ചു നിർത്തിയത് നമ്മുടെ കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള അസാധാരണമായ നടപടികളാണ്. അതുകൊണ്ട് 15,000 കിറ്റ് ഏതാണ്ട് 10 കോടി രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇനിയിപ്പോൾ ഒരു കുറച്ച് കൂടുതൽ കാശ് കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ LDF-നെ ഒന്നും പഴിചാരേണ്ടതില്ല. പ്രത്യേകിച്ച് പിണറായി വിജയനെയോ അല്ലെങ്കിൽ KK ശൈലജയോ ഒന്നും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ഇത് വളരെ അസാധാരണമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നാണ്. ഇതിന് തൊട്ടു മുമ്പ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ അദ്ദേഹം പറയുന്നത് ഈ ബ്രൂവറികൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യം, ബ്രൂവറികൾ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാൻമാർഗിക മനസ്സുയരുകയും ഇതിനെതിരെയുള്ളൊരു വികാരം കേരളത്തിൽ രൂപപ്പെടുകയും ചെയ്യും. അത് പറഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം അതിഗംഭീരമായി നമ്മുടെ പിണറായി വിജയൻ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് തുറന്ന് പറയാതെ വയ്യ, AK ബാലനേക്കാളൊക്കെ നന്നായിട്ട് അരുൺകുമാർ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. കേട്ടാൽ നമുക്ക് ഒരു ചെറിയ ലോജിക്കെങ്കിലും ഉണ്ടോയെന്ന് തോന്നും. AK ബാലനൊക്കെ വന്ന് ന്യായീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പിണറായി ചെയ്തേക്കണതൊക്കെ മുഴുവൻ തട്ടിപ്പാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിനേക്കാൾ ബെറ്ററായിട്ട് അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുന്നു. അത് ഇന്ന് മലയാള മനോരമയിലും മാതൃഭൂമിയിലുമൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഫീച്ചറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർട്ടോറിയലാണത്. എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. പക്ഷേ ആരും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തെറ്റിദ്ധരിക്കും. കാരണം മനോരമയുടെ അതേ ഫോണ്ടിൽ അതേ വാർത്തകളാണ് കൊടുത്തേക്കുന്നത്. അത് മാതൃഭൂമിയുടെ ഫോണ്ടിലുമൊക്കെ തന്നെ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ മാതൃഭൂമിയുടെ ഫോണ്ടിൽ മാതൃഭൂമി അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു മാർക്കറ്റിംഗ് ഫീച്ചറാണെന്നും ഇതിൽ വരാനിരിക്കുന്ന കാലത്ത് ഒരു സാങ്കല്പിക വാർത്തകളാണെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ പത്രങ്ങൾ മറ്റേ രാവിലെ അദ്ദേഹത്തിൻ്റെ 6 മണി മുതലുള്ള പരിപാടിയിൽ ഈ പത്രങ്ങളെക്കുറിച്ച് പത്രങ്ങളിലെ ന്യൂസ് എന്താണെന്ന് നോക്കുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. ആ സെഗ്മെൻറ്റിൽ പാവം അരുൺകുമാർ വന്നിട്ട് ആദ്യം തന്നെ മാതൃഭൂമി പത്രം എടുത്തു. അപ്പോൾ നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വാർത്ത മുഴുവൻ അങ്ങോട്ട് വായിച്ചു. പക്ഷേ വാർത്ത വായിച്ചിട്ടും അദ്ദേഹത്തിന് ഇതൊരു സാങ്കല്പിക വാർത്തയാണെന്നും മനസ്സിലായില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അരുൺകുമാറിനെ മാത്രമല്ല, ഈ റിപ്പോർട്ടർ ചാനലിലെ പ്രൊഡ്യൂസർ അടക്കമുള്ള ആളുകൾ എവിടെ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ അല്ല എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ അരുൺകുമാറിനെ അറിയേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അത് മനസ്സിലായില്ല. അദ്ദേഹം വീണ്ടും ആ വാർത്ത വായിച്ചു. ഇനി അടുത്തത്, തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും. നേരത്തെ ചൈന, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ സമ്പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു. പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെടുമെങ്കിലും സമ്പൂർണ്ണമായി നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല.
പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടം ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ മാറുന്നത്. പ്രധാനമന്ത്രി പ്രതികരിച്ചു. ആഭ്യന്തര ഇടപാടുകൾ, രാജ്യത്തിന് പുറത്തേക്ക് പണമിടപാടുകൾ പൂർണ്ണമായും എന്നിവയെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കുമെന്നാണ് ഇതിൻ്റെ നേട്ടം. രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പിന്നെ ഫെബ്രുവരി 1 മുതൽ സമ്പൂർണ്ണ നോട്ട് നിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശമുള്ളവർക്ക് നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി പണം ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ തമാശയുള്ളത് കേന്ദ്ര ധനമന്ത്രി രാജീവ് പറഞ്ഞു എന്നുള്ളതുണ്ട്. ഡിജിറ്റൽ വിദ്യാഭ്യാസം, അടിസ്ഥാന വികസനം എന്നിവയിൽ വൻ നിക്ഷേപം നടത്തി പരിവർത്തനം സാധ്യമാക്കുന്നതിന് സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതൊക്കെ തന്നെ അരുൺകുമാർ വായിച്ചിട്ടും, ഒന്ന് RBI ഗവർണറുടെ പേര് വായിച്ചിട്ടും ഈ കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് ആണെന്ന് വായിച്ചിട്ടുമൊന്നും അദ്ദേഹത്തിന് പാവം ഇത് മനസ്സിലാക്കാതെ പോയി. ഇനി ആ ഫ്ലോറിൽ നിൽക്കുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പിന്നെ ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിൻ്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള ആദ്യപടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്നും സാമ്പത്തിക നോബൽ പുരസ്കാര ജേതാവ് ഡോക്ടർ റീന പട്ടേൽ അഭിപ്രായപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ റീന പട്ടേൽ എന്നുള്ളതും നേരത്തെ പറഞ്ഞ രാജൻ സിംഗ് എന്നുള്ളതും പല പേരുകളൊക്കെ തന്നെ സാങ്കല്പികമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പകരം ഈ വാർത്തയാണെന്ന് വിചാരിച്ച് വായിക്കുകയാണ് അരുൺകുമാർ ചെയ്ത്. യഥാർത്ഥത്തിൽ ഈ പത്രങ്ങൾ അദ്ദേഹത്തെ ചതിച്ചിരിക്കുകയാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ബുദ്ധിജീവി ഇമേജിൽ നിന്ന് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം താഴേക്ക് ചെറുതായിട്ടൊന്ന് ഉരുണ്ടു വീണു. അത് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ കാര്യത്തിലൊക്കെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളെല്ലാവരും തന്നെ ബീഫും ചിക്കനും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യം വരും. നമ്മളൊരു മസാല ദോശ കഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് കീഴ്പ്പെടുകയാണ് എന്നുള്ള തരത്തിലുള്ള പല തരത്തിലുള്ള ദാർശനിക പ്രഭാഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. എന്താണെങ്കിലും ഇതിൽ വലിയ അബദ്ധം നമ്മുടെ പ്രിയപ്പെട്ട അരുൺകുമാറിന് പറ്റിയിരിക്കുന്നു. അപ്പോൾ അരുൺകുമാർ ഒരു കാര്യത്തിൽ കഴിവ് തെളിയിച്ചിരിക്കുന്നു. കാരണം MV നികേഷ് കുമാർ കുറച്ചുകൂടി മിടുക്കനായിരുന്നു, പക്ഷെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും അതിനുശേഷം ശരിക്കും CPMൻ്റെ ന്യായീകരണ തൊഴിലാളികളുടെ നേതാവാകാൻ അദ്ദേഹം തികച്ചും അനുയോജ്യനാണ് എന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇനി കണ്ണൊന്നും നോക്കാനില്ല. പിണറായി വിജയന് അദ്ദേഹത്തിന് കൂടി അടുത്ത തവണ ഒരു MLA സീറ്റ് കൊടുത്ത് പാർട്ടിയിലേക്ക് വിളിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് മുഖം നഷ്ടപ്പെട്ട അരുൺകുമാർ പിന്നീട് ഈ വാർത്തകളൊക്കെ വന്ന് താഴെ കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് മാർക്കറ്റിംഗ് ഫീച്ചറാണെന്നും യഥാർത്ഥ വാർത്തയല്ലെന്നൊക്കെ പറഞ്ഞ ആളുകൾ കമൻറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കിയപ്പോഴും അദ്ദേഹം പക്ഷേ തെറ്റ് സമ്മതിച്ചില്ല. പകരം അദ്ദേഹം പറഞ്ഞത് ഇല്ല, ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ തടിയൂരാണ് ചെയ്തിട്ടുള്ളത്. പണ്ട് നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിം മാതൃഭൂമിയിൽ വന്നൊരു മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറഞ്ഞത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. കാരണം ഒരു ഗെയിമിൽ വന്നിട്ടുള്ള വിമാനങ്ങളുടെ അറ്റാക്ക് എടുത്തു വെച്ച് നേരെ ഉക്രൈനിലേക്ക് റഷ്യ അയക്കുന്ന വിമാനങ്ങളാണെന്ന് പറഞ്ഞ് മാതൃഭൂമി കാണിച്ചിരുന്നു. പക്ഷേ എന്താണ് തെറ്റുപറ്റിയെന്നോ എങ്ങനെയാണ് തെറ്റുപറ്റിയെന്നോ ഒന്നും പറയാതെ തന്നെ ഹാഷ്മി വന്നിട്ട് ഒരു ദൃശ്യം പ്രകടിപ്പിച്ചതിൽ ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ തലയിൽ മുണ്ടിട്ട് പാവം ഹാഷ്മി താജ് ഇബ്രാഹിം ഓടിക്കളയാണ് ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും അരുൺകുമാർ അങ്ങനെ ഓടിക്കളയുന്ന ഒരു ആളല്ല. ഒരു പോക്സോ കേസിനെ ധൈര്യമായി നേരിട്ട് വിജയിച്ച് ഇപ്പോൾ വീണ്ടും ചാനലിലേക്ക് വന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇനിയും ഈ പറയുന്ന CPMൻ്റെ ഒരു കാവലാളായി, ന്യായീകരണ തൊഴിലാളികളുടെ നേതാവായി അദ്ദേഹം തുടരട്ടെ. പിണറായി വിജയൻ സൗമനസ്യത്തോടുകൂടി അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഒരു സീറ്റ് കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ആശംസിക്കുന്നതും.